ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിയർ ഡ്രീമർ സീരീസിൻ്റെ എപ്പിസോഡ് 3യെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് സീനിൽ തന്നെ നമ്മൾ സനം ആ സ്ട്രേഞ്ചറിനെ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ ലേഡിയും ഗുലിസും കൂടി സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അസീസ് പോയപ്പോഴത്തേക്ക് എൻട്രി മാനേജറായിട്ട് വരുമെന്നാണ് അവരൊക്കെ വിചാരിച്ചത്. അപ്പോൾ ക്യാൻ വന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ക്യാൻ വന്നത് തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്യുന്നത്. വന്നിട്ട് ക്യാൻ പറയുന്നുണ്ട് ഒരു ചായയുടെ കാര്യം. അപ്പം കമ്പനിയിൽ ആരും ചായ കുടിക്കത്തില്ല, അവിടെ എല്ലാവരും കോഫിയാണ് കുടിക്കുന്നതെന്ന് സനം പറയും. അപ്പോൾ സനം പറയുമ്പോഴത്തേക്ക് ക്യാൻ പറയും 2 ചായ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് ഗുലിസ് പോയി 2 ടീ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് അവർ മീറ്റിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യും. മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമ്പനിയിലൊരു സ്പൈ ഉണ്ട്. ആ സ്പൈ വഴിയാണ് ഐലിൻ എല്ലാ രഹസ്യങ്ങളും ഇവിടെ നിന്ന് അറിയുന്നത്. നമ്മളെ ഇതിലുള്ള ഏതോ ഒരു സ്റ്റാഫാണ് പുറത്ത് കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെ സംശയം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീനിൽ ക്യാനും എംബ്രയും തമ്മിൽ സംസാരിക്കുന്ന കാര്യം ആണ് കാണിക്കുന്നത്. കാര്യം എല്ലാ സിസ്റ്റവും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രോബ്ലം ആയതുകൊണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ കമ്പനി ഓഫീസിൽ റിലേറ്റഡ് ആയിട്ട് വേറെ ലാപ്ടോപ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലെയ്ല പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ക്യാൻ പറയുന്നത് ആ ലാപ്ടോപ്പിങ്ങനെ തരാം. അപ്പോൾ ലെയ്ല പറയുന്നുണ്ട് ഇത് പേഴ്സണൽ യൂസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കമ്പനിയുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ക്യാൻ പറയുന്നുണ്ട് അതിങ്ങ് തരാൻ. അപ്പോൾ ആദ്യം ലെയ്ല കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ക്യാൻ പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് ജോലിയിൽ ഡിസ്മിസ് ആക്കിയിരിക്കുകയാണ് ലെയ്ലയെ, അതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്ന് തരണമെന്നും പറഞ്ഞ് സംസാരിക്കുമ്പോൾ ലെയ്ല കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഐലിനും എംബ്രിയും തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഐലിൻ്റെ അടുത്ത് എംബ്രി പറയുന്നുണ്ട് കമ്പനിയിൽ കുറച്ച് സീനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എംബ്രി സനമിനെ കാണുന്നുണ്ട്. സനം അവിടെ കാണുന്നത് കണ്ടുകൊണ്ട് എംബ്രി സനമിൻ്റെ അടുത്തോട്ട് വരും. സനമിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും ക്യാബിനിലോട്ട് വരാൻ പറയും. അങ്ങനെ ക്യാബിനിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എംബ്രി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിനു മുൻപ് സനം ഫോണിൽ സംസാരിക്കുന്ന എംബ്രി കേൾക്കുന്നുണ്ട്. പൈസയുടെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കാരണം. അപ്പം എംബ്രി ആ പൈസ സനമിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സനം ചോദിക്കുന്നുണ്ട് എനിക്കെന്തിനാണ് ഈ പൈസ തരുന്നത്. അപ്പം എംബ്രി പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആവശ്യം പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ, ഇത് വെച്ചേക്കെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ലെയ്ലയും അമ്മയായിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. ലെയ്ല നേരത്തെ വന്ന എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം മുസാഫിറും അമ്മയും കൂടി സനത്തിൻ്റെ വീട്ടിൽ വന്ന് പ്രൊപ്പോസലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കും. പിന്നീട് നമ്മൾ സനം എംബ്രി കൊടുത്ത പൈസ സനത്തിൻ്റെ അച്ഛൻ കടം വാങ്ങിച്ച ആളുടെ ആ പൈസ കൊണ്ട് കൊടുക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ കടം തീർത്തിട്ട് ചെക്ക് മേടിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് മുസാഫിറും അമ്മയും മാരേജ് പ്രൊപ്പോസലായിട്ട് വന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ സനം പറയുന്നുണ്ട് എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്ന സീനാണ് കാണിക്കുന്നത്. സനം പറയുന്നുണ്ട് എനിക്കിപ്പോൾ ജോലിയുണ്ട്, അപ്പോൾ എനിക്കല്ല കല്യാണം വേണ്ടത്, ചേച്ചിക്കാണ് ഇപ്പോൾ ജോലി ഇല്ലാത്തത്, അപ്പോൾ ചേച്ചിയാണ് കല്യാണം കഴിപ്പിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പം സനത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്തോ പറയുന്നത്. അപ്പോൾ ലീലയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ലീല പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ജോലി എന്നെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അത് കഴിയുമ്പോൾ പോകുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന സീൻ നമ്മൾ ക്യാനും അതേപോലെ സനവും അന്നുണ്ടായ ആ മൊമെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരായിരിക്കും ആ സ്ട്രേഞ്ചർ എന്ന് ആലോചിച്ച് ഇരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. പിന്നീട് വരുന്നത് ഓഫീസിലെ സീനിനെ കാണിക്കുന്നത്. ഓഫീസിൽ ഒരു റെഡ് ഫയലും കൊണ്ട് ഒരാൾ വരുന്നുണ്ട്. അത് എംബ്രിയുടെ ഫയലാണ്. അത് സൈൻ ചെയ്ത് വാങ്ങുന്നത് സനമാണ്. സനം അത് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് അത് അവിടെ വയ്ക്കും. അപ്പോഴത്തേക്ക് നമ്മളെ ക്യാൻ്റെ എൻട്രിയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്യാൻ വരുന്നത് കണ്ടുകൊണ്ട് സനവും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സനത്തിന് ചെറുതായിട്ടൊരു ക്രഷ് ക്യാനിൻ്റെ അടുത്ത് തോന്നുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ക്യാൻ നേരെ അവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ക്യാൻ പറയുന്നുണ്ട് ഓഫീസിലെ ഫയലെല്ലാം ആയിട്ട് സനം ക്യാബിനിൽ വരണം, എനിക്ക് ഫയലെല്ലാം ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ഫയലുമായിട്ടാണ് സനം ക്യാബിനിലോട്ട് പോകുന്നത്. അങ്ങനെ സനം ക്യാബിനിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ക്യാനില്ലായിരുന്നു. പെട്ടെന്ന് ക്യാൻ വരുന്ന കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ട് കയ്യിലെ ഫയലെല്ലാം താഴെ പോകും. അങ്ങനെ സനം പറയുന്നുണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട്, പെട്ടെന്ന് വന്ന് ഷോക്കിലായി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻ കയ്യിൽ 2 പേരെഴുതിക്കുന്നത് ശ്രദ്ധിക്കും. അപ്പോൾ ക്യാൻ ചോദിക്കുന്നുണ്ട് ഇതെന്തോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സനം പറയാം അതെൻ്റെ ഹോബിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ലെയ്ല സനത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എംബ്രിക്ക് കോഫി കൊടുക്കുന്ന ടൈമിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം എംബ്രിക്ക് ഇപ്പോൾ കോഫി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ സനം അത് കോൾ കട്ട് ചെയ്തതിന് ശേഷം കോഫി എടുത്തുകൊണ്ട് എംബ്രയുടെ റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് എംബ്രി ഒരു കോളിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് സനം റൂമിൽ ചെന്ന് കയറുമ്പോൾ കൈ തട്ടി ആ കോഫി എംബ്രിയുടെ കോട്ടിൽ വീഴുന്നുണ്ട്. ആ സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം എംബ്രി സനൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു ഫയൽ എൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സനം പറയുന്നുണ്ട്, അത് ഞാൻ ക്യാബിനിൽ കൊണ്ടുവച്ചെന്ന് പറയും. അപ്പോൾ എന്തിനാണ് അവിടെ കൊണ്ട് കൊടുത്തത്, എനിക്കല്ലേ കൊണ്ട് തരേണ്ടതെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ആ റെഡ് ഫയൽ എനിക്ക് വേണമെന്നൊക്കെ എംബ്രി പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയായാലും അത് എടുത്തുകൊണ്ട് വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സനം പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പോയി എടുക്കും, അപ്പോൾ എന്നെ സംശയം തോന്നത്തില്ലേ, ഞാൻ ആ സ്പൈന്ന് വിചാരിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എംബ്രി പറയും, എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫയൽ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ സനം ഓരോ വഴികളൊക്കെ കണ്ടുപിടിക്കുക എങ്ങനെയെങ്കിലും ആ ഫയൽ എടുക്കാൻ വേണ്ടി. അങ്ങനെ സനം ക്യാബിനിൽ പോയിട്ട് ഇങ്ങനെ ഓരോ ഫയലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ആ റെഡ് ഫയൽ അങ്ങനെ സനം ആ ഫയലിൻ്റെ ഏറ്റവും അടിയിലെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻ പറയുന്നുണ്ട്, എനിക്ക് ഈ ഫയലൊന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം സനം പറയുന്നുണ്ട്, എനിക്ക് ഫോട്ടോ കോപ്പി എടുക്കാൻ അറിയത്തില്ല. അപ്പം ക്യാൻ പറയുന്നുണ്ട്, ഗുലിസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ. അപ്പം സനം പറയും, ഗുലിസ് വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം ക്യാൻ കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വർക്ക് ചെയ്ത് കഴിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യാനും സനവും കൂടി പോയി ആ ഫയൽസ് ഫോട്ടോ കോപ്പി എടുക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം സനം കാണിക്കുന്നുണ്ട്. സനം കുറേ തവണ ക്യാബിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ക്യാൻ ആ ഫയൽ തുറന്ന് നോക്കിയോ, എങ്ങനെയെങ്കിലും ആ ഫയൽ എടുക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ക്യാൻ പോകുന്ന ഓരോ അവസരം നോക്കി നിൽക്കുമായിരുന്നു ഫയൽ എങ്ങനെയെങ്കിലും എടുക്കാനായിട്ട്. അതിനിടയ്ക്ക് എംബ്രി വിളിച്ച് സംസാരിക്കുന്നുണ്ട് സനൻ്റെ അടുത്ത്, ഫയൽ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സനം പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മാക്സിമം എങ്ങനെയായാലും ആ ഫയൽ എടുക്കാം എന്ന് പറയുന്നുണ്ട്. സനം ഓഫീസിൽ എല്ലാവരും പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം സനം ക്യാനിൻ്റെ ഇറങ്ങി മാത്രമുള്ളൂ. അപ്പോൾ അവരറിയാതെ ക്യാബിനിൽ കയറുന്നുണ്ട്. ക്യാനിൻ്റെ ക്യാബിനിൽ കയറി ആ ഫയൽ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ റെഡ് ഫയലിനെ മാറ്റി വേറൊരു സനത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു റെഡ് ഫയൽ വയ്ക്കുന്നുണ്ട്. ആ സീനാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ക്യാൻ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് സനം ആ എടുത്ത ഫയൽ വീണ്ടും അവിടെ തന്നെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ക്യാൻ കയറി വരുമ്പോഴത്തേക്ക് സനം ഷോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ക്യാൻ സനൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ പോയില്ലേ, വർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ക്യാൻ ആ ഫയലെല്ലാം വീട്ടിലോട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. ക്യാൻ പോയ സന്തോഷത്തിൽ പെട്ടെന്ന് സനം ബാഗിൽ വെച്ച് ഫയലെടുത്ത് നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് സനത്തിന് മനസ്സിലാവുന്നത് സനം എടുത്ത ഫയൽ മാറിപ്പോയെന്ന്. അത് എംബ്രി വിളിച്ച് പറയുമ്പോൾ എംബ്രി പറയുന്നുണ്ട്, എങ്ങനെയായാലും ആ ഫയൽ എടുത്തേ പറ്റത്തുള്ളൂ, വീട്ടിൽ പോയി ആ ഫയൽ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സനം ചോദിക്കും, ഞാൻ എങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കാണത്തില്ലേ, അപ്പോൾ പ്രശ്നമാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എംബ്രി അതൊന്നും കേൾക്കത്തില്ല. എംബ്രി പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ആ ഫയൽ കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് പറയും. എന്നിട്ട് എംബ്രി പറയും, ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് നിൽക്കുവാണ്, സനം എന്തായാലും വീട്ടിൽ പോയി ആ ഫയൽ എടുക്കണം, ഞാൻ വീട്ടിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്, 3rd എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഡേ ഡ്രീമർ എപ്പിസോഡ് 3ൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത എപ്പിസോഡ് എക്സ്പ്ലനേഷൻ ഉടൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.